കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അധ്യാത്മ രാമായണത്തിൻ്റെ ഇവിടെ ഹനുമാന് തത്വോപദേശം നൽകുന്ന ഭാഗമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ശ്രീപരമേശ്വരനോട് പാർവതി രാമ തത്വകഥ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പരമേശ്വരൻ അയോധ്യയിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ശ്രീരാമദേവൻ സീതയോടുകൂടി സിംഹാസനത്തിലിരിക്കുന്ന സമയത്തുണ്ടായ സംഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉടനെ ശ്രീരാമദേവൻ തൻ്റെ മുമ്പിലിരിക്കുന്ന ഹനുമാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീതാദേവിയോട് ആവശ്യപ്പെടുന്നു, നീ എൻ്റെയും നിൻ്റെയും തത്വം ഇവന് സമഗ്രമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ആത്യന്തികമായ ഒരു ആധ്യാത്മിക അന്വേഷണത്തിന് എന്തുകൊണ്ടും ഇദ്ദേഹം യോഗ്യവാനാണ്. അതുകൊണ്ട് നീ നമ്മുടെ തത്വത്തെ പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം സീതാദേവി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത്. തുടർന്നുള്ള ഭാഗം വീണ്ടും പറയുന്നു. സീതാദേവി ഹനുമാനായിക്കൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ സീതാദേവി ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കും ശ്രീരാമൻ ആരാണ്, സീതാദേവി ആരാണ് എന്നുള്ള ഒരു തത്വം നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നു, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞങ്ങനെ ബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും അല്ലെ നീ എന്ന് പറഞ്ഞു നിർത്തി ബാക്കി പറയുന്ന ഭാഗമാണ് ചിന്തിക്കേണ്ടത്. രാമായണ ബുക്ക് കൈവശമുള്ളവർ എടുത്തു വെച്ച് ഈ സീത ഹനുമൽ സംവാദം നോക്കിയാൽ മതി. അവിടെ നോക്കുന്നു. അടുത്ത ഭാഗം, സർവകാരണം സർവവ്യാപിനം സർവാത്മാനം. ഈ ശ്രീരാമനെ കുറിച്ച് പറയുന്നു, സർവകാരണത്തിൻ്റെയും ഉപജ്ഞാതാവാണ്, സർവവ്യാപിനം എല്ലായിടത്തും വിശ്വപ്രപഞ്ചത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ശക്തി സ്വരൂപമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് നീ അറിയുക. സർവവ്യാപിനിയും പിന്നെയോ സർവാത്മാനം എല്ലാ ആത്മാക്കളുടെയും അല്ലെങ്കിൽ എല്ലാ ലോകത്തിലുള്ള എല്ലാ ആത്മാവിൻ്റെയും എല്ലാ സോൾ പാർട്ടിൻ്റെയും ഒരു ഭാഗമാണ് രാമൻ എന്ന് നീ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പിന്നെയോ സർവജ്ഞം എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നു. ഇവിടെ നമ്മളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് രാമകഥയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം അദ്ദേഹം സർവജ്ഞമാണ്, സർവേശ്വരം എല്ലാത്തിൻ്റെയും ഈശ്വര സാന്നിധ്യമാണ്, സർവസാക്ഷിനം എല്ലാത്തിൻ്റെയും സാക്ഷിയാണ് അദ്ദേഹം, അല്ലേ? നമ്മുടെ ഈ വിശ്വപ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു സാക്ഷി ഭൂതനായി നിലകൊള്ളുന്നവനാണല്ലോ ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ തത്വം എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം മുകളിലൊരാൾ ഇരുന്ന് കാണുന്നുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ അതുപോലെ സർവസാക്ഷിണം നിത്യമാണ്, അത് നിത്യമാണ്, അത് സത്യമാണ്, അത് എന്നുമുള്ളതാണ്, ഇന്നലെയും ഇന്നും നാളെയും ഉള്ളതാണ്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ അർത്ഥം എന്താണ്? ശരിക്കും ആപേക്ഷിക സത്യമുണ്ട്, ആത്യന്തികമായ സത്യമുണ്ട്. ആത്യന്തികമായ സത്യം എന്ന് പറഞ്ഞാൽ ഉണ്മയാണ്, അത് ഉള്ളത്, അതെന്നും ഉള്ളതാണ്. നമ്മളൊന്നും നിത്യമല്ല, നമ്മൾ അനിത്യമാണ്. ഇന്നിപ്പോ തൽക്കാലം ഉണ്ട്, നാളെ ഉണ്ടാവുന്ന ഒരു ഗ്യാരണ്ടിയില്ല. അപ്പോ അങ്ങനെയുള്ളതൊക്കെ അനിത്യമാണ്.
എന്നാൽ ഭഗവാൻ മാത്രമാണ് നിത്യസ്വരൂപനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് നിത്യം എന്ന് പറയുന്നത്. അത് എന്നും എവർലാസ്റ്റിക് ആണ്, എന്റേണൽ ആണ്, അതൊരിക്കലും നശിക്കുന്നതല്ല. നോട്ട് സബ്ജക്ട് ടു ഡിസ്ട്രക്ഷൻ, നാശത്തിന് വിധേയമല്ല അത്. അതുകൊണ്ട് അത് നിത്യമാണ്. പിന്നെന്താ, സർവ്വതം എന്ന് പറഞ്ഞാൽ എല്ലാ ഇടവും, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന, എല്ലാ സർവ്വവ്യാപിയാണ്. സർവാധാരം, എല്ലാത്തിൻ്റെയും ആധാരമാണ്. ദ ഫൗണ്ടേഷൻ, ബേസിസ് ഓഫ്, ഇവിടെ എല്ലാം നിലകൊള്ളുന്നതിന്റെ ആധാര ശക്തി എന്ന് പറയുന്നത് ഭഗവാനാണ്, അല്ലേ? നമ്മള് ദ ബേസിക് ഫൗണ്ടേഷൻ, നമ്മൾ നിലകൊള്ളുന്ന, അല്ലെങ്കിൽ ഈ വിശ്വത്തിലുള്ള എല്ലാത്തിൻ്റെയും ആധാരഭൂതനാണ് ഭഗവാന്. പിന്നെയോ സർവ ദേവതാമയം, 33 ദേവതാ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനവും അദ്ദേഹമാണ്. ഇവിടെ ഏതൊക്കെ ദേവതാഭാവത്തിൽ ഏതൊക്കെ നമ്മൾ ആരാധിച്ചു പോരുന്നുണ്ടോ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനാണ് എന്ന് നീ അറിഞ്ഞാലും, ഹനുമാനോട് പറയുകയാണ്, അല്ലേ? അതായത് എല്ലാ ദേവതമാരുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാനാണ്. പിന്നെയോ നിർവികാരാത്മ, നമുക്കൊക്കെ വികാരത്തിന് അടിമപ്പെടുന്നതാണ് എന്നാൽ ഭഗവാന് യാതൊരുവിധ വികാരത്തിൻ്റെയും അടിമയില്ല, അല്ലേ? നമുക്ക് ഒരുപാട് വികാരങ്ങളുണ്ട്, അസൂയ, കുശുമ്പ്, വിദ്വേഷം, ദേഷ്യം ഇത്യാദികളുടെയൊക്കെ വികാരങ്ങളാണല്ലോ നമുക്ക് ഇഷ്ടം, അനിഷ്ടം, ഇതൊക്കെ. എന്നാൽ ഭഗവാന് പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇല്ല, പ്രത്യേകിച്ച് അനിഷ്ടവും ഇല്ല. അതുപോലെ നമ്മുടെ ശത്രുക്കളായിരിക്കുന്ന ജലസി, അസൂയ, കുശുമ്പ് ഇതിനൊന്നും സബ്ജക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും നീ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആണ് ശ്രീരാമദേവൻ എന്ന് നീ അറിഞ്ഞാലും അല്ലയോ ഹനുമാനെ എന്ന് പറഞ്ഞാലും. അപ്പൊ ഇത്രയും രാമന്റെ, വാട്ട് ഈസ് രാമൻ എന്താ എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു സീതാദേവി. അടുത്ത് ഹനുമാനെ ഞാൻ ആരാണ്, അതായത് സീതാദേവി ആയിരിക്കുന്ന ഞാൻ ആരാണ്, അതിന്റെ പൊരുൾ എന്താണ് നമുക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറയുന്നത്. എന്താണ്? എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം, എന്നുടെ തത്വമിനി, എന്റെ തത്വം, എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം. അത് യഥാർത്ഥമായിട്ട് ഉള്ളതുപോലെ ഞാൻ പറയാം, അതിന് കുറച്ച് കൂട്ടിക്കുറക്കലൊന്നുമില്ല. നമ്മൾ ശരിക്കും പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയാറുണ്ടല്ലോ. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ഞാൻ ഉള്ള പ്രകാരം ഞാൻ ആരാണ്, സീതാദേവി ഞാൻ ആരാണ് എന്ന് നിനക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ്. ഉള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതൊടു. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ അത്? നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതൊടു. ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്രകൃതി പുരുഷ സംയോഗമാണ് സൃഷ്ടി എന്ന് ഞാൻ പറഞ്ഞൊരിക്കലുണ്ടായി. ഈ വിശ്വത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് രണ്ട് ചേർന്നതാണ്. ഏതൊക്കെയാണ്? അതായത് പ്രകൃതിയും പുരുഷനും, ബ്രഹ്മാണ്ട പുരുഷനും അതിന് ശക്തി നൽകുന്ന ചേതനയായിരിക്കുന്ന പ്രകൃതിയും, ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഏത് വസ്തുവും സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ വിശ്വപ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ സർവ മാതൃസ്വരൂപമാണ് ഞാൻ, അല്ലേ? ചില സ്ത്രീകളൊക്കെ പറയാറല്ലേ. അതുകൊണ്ട് എല്ലാ മാതൃഭാവത്തിന്റെയും മൂലപ്രകൃതിയായി നിലകൊള്ളുന്ന ഞാനാണ്. ഞാനില്ലെങ്കിൽ പ്രകൃതിയേ ഇല്ല, പ്രകൃതിയില്ലെങ്കിൽ ഈ വിശ്വം തന്നെ ഉണ്ടാവില്ല. പുരുഷനെ കൊണ്ട് മാത്രം സൃഷ്ടി നടത്താവതല്ല, അല്ലെ? ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണപ്പെടുന്നത്, ഇല്ലേ? ഇപ്പം ശിവലിംഗ രൂപം എന്ന് പറയുന്നത് അവിടെ അതാണ് ദൃഷ്ടാന്തമാക്കി വെച്ചിട്ടുള്ളത്. അതായത് പ്രകൃതിയും പുരുഷന്റെയും അടിസ്ഥാനം ആണ് ശിവലിംഗം എന്നുള്ള തത്വം കാണിക്കുന്നത്. ആ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇവിടെ മൂലപ്രകൃതിയായതെടോ അത് ഞാനാണെന്ന് എന്ന് പറഞ്ഞാല് ഒരു സ്ത്രൈണഭാവവും പുരുഷഭാവവും കൂടിച്ചേരുന്ന അതിലെ സ്ത്രൈണഭാവത്തിന്റെ ഉപജ്ഞാതാവ് ഞാനാണ് എന്ന് പറഞ്ഞാൽ സീത. അപ്പൊ നമ്മുടെ അമ്മയുടെ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്
നമ്മുടെ ഏറ്റവും ആദിമാതാവ് സങ്കല്പം അത് ഞാനാണ്. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ, ഇനി എൻ്റെ പത്നിയാണ്, ഞാൻ പത്നിയും എൻ്റെ ഭർത്താവ് പതിയായ രാമദേവൻ, പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. പക്ഷെ എനിക്ക് അഹംഭാവമൊന്നുമില്ല. ഞാൻ എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ അതൊക്കെ എൻ്റെ പതിയുടെ സഹായം കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഒരിക്കലും സീത പറയുന്നില്ല. ഇവിടെ പറയുന്നതാണ്, സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. ഇവിടെ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായി കാണുന്നുവോ അതൊക്കെ എന്റെ മാത്രം കഴിവുകൊണ്ടെന്നല്ല. പക്ഷെ ഇന്ന് പല സ്ത്രീകളും പറയുന്നത് ഞാനാണ് ഇതൊക്കെ എന്ന് പറയാറില്ലേ? അങ്ങനെയല്ല. പതി പത്നി സംയോഗമാണ് എല്ലാം, അല്ലെ? ശിവപാർവതി സംയോഗമാണ് എല്ലാം. അപ്പം അത് കൂടിച്ചേരുമ്പോഴാണ് അർദ്ധനാരീശ്വര സങ്കല്പം നമ്മൾ പറയാറുണ്ട്. സന്നിധി മാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. പിന്നെയോ തത് സാന്നിധ്യം, അതിന്റെ ആ പരമേശ്വരന്റെ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം, ഇതൊക്കെ സൃഷ്ടമാം അവയെല്ലാം, ഞാൻ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിവൈൻ പവർ. ആ ഡിവൈൻ പവറിന്റെ സഹായത്താലാണ് ഞാൻ എന്തൊക്കെ സൃഷ്ടിജാലങ്ങളെ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഇവിടെയുള്ളത്. പിന്നെന്താ, നമ്മളൊന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം, കാരണം വെച്ചാൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. അടുത്ത് തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുദ്ധജനം. അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സഹായത്താലാണ് ഇവിടെ സൃഷ്ടികളൊക്കെ ഉണ്ടാവുന്നത് എന്ന് തത് സ്വരൂപത്തിങ്കലാക്കിയിടുന്നു. ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ താന്തിസം എന്ന് പറയുന്നത്, അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വരൂപത്തിലാണ് നടക്കുന്നത് എന്ന് ആര് ചിന്തിക്കുന്നു? ബുദ്ധജനം. ഇവിടെ രണ്ടു പാഠം കാണുന്നുണ്ട്. ചിലര് മൂഢജനം എന്നും പറയുന്നുണ്ട്. അത് സുന്ദരകണ്ഠത്തിലൊക്കെ വരുന്നുണ്ട് ഈ വാക്ക് വീണ്ടും. പക്ഷെ എഴുത്തച്ഛൻ ഒരിക്കലും അങ്ങനെ അർത്ഥം പറ്റില്ല. പക്ഷെ പിന്നീടുണ്ടായ പാഠഭേദങ്ങളിലോ അച്ചടി പശ കൊണ്ടൊക്കെയാണ് അവിടെ മൂഢജനം എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ മൂഢജനം എന്നല്ല, ബുദ്ധജനം എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, അറിവുള്ളവര് അങ്ങനെയാണ് ധരിക്കുക. അറിവില്ലാത്തവര് തിരിച്ചും ചിന്തിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അല്പം ബുദ്ധി പ്രയോഗിക്കുന്ന ആൾക്കാര് ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടിക്രമം ഉണ്ടാവുന്നത് എന്ന് ബുദ്ധജനം ചിന്തിക്കുന്നു. മനസ്സിലായോ? ജ്ഞാനികൾ, അറിവുള്ളവര് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മൂഢജനം എന്നും പാഠഭേദം കാണുന്നുണ്ട്. പക്ഷെ അത് റെഫർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല. ബുദ്ധജനം, വീണ്ടും എഴുത്തച്ഛൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇതാണ് ശരി എന്നതാണ്. ബുദ്ധജനം തത് സ്വരൂപത്തിനുണ്ടോ ജനാദികളെന്ന്, ആ ആത്മസ്വരൂപത്തിന് ജനിക്കുക മരിക്കുക എന്ന അങ്ങനെയൊന്നുമില്ല. ഗോഡ് ഈസ് എവർ ലാസ്റ്റിക്, എവർ പെർമിയേറ്റഡ്, എല്ലായിടത്തും നിൽക്കുന്ന ഒന്നാണ്, സർവ്വവ്യാപിനിയാണ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. ആ സ്വരൂപത്തിന് ജനനാദികളൊന്നുമില്ല, ജനിക്കുക മരിക്കുക അതൊന്നുമില്ല. അത് നിത്യനാണ്, അനന്തനാണ്, നിത്യസ്വരൂപനാണ്, സത്യമാണ്. അതിനെയാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത്. അത് സനാതനമായി നിലകൊള്ളുന്ന ഒന്നാണ്. അത് ചുതിക്ക് അല്ലെങ്കിൽ നാശത്തിന് വിധേയമല്ല. അതുകൊണ്ട് തന്നെ എന്നാൽ നമ്മളൊക്കെ ഇമ്മോർട്ടൽ ആയതുകൊണ്ട്, ഗോഡ് ഈസ് ആണോ? നമ്മൾ ഇമ്മോർട്ടൽ, നമ്മൾ മോർട്ടലാണ്. നമ്മൾ മോർട്ടൽ ആയതുകൊണ്ട് നമ്മൾ ജനിക്കുക, നിലകൊള്ളുക, മരിക്കുക എന്നത് വിധേയമാണ്. എന്നാൽ നമ്മുടെ സോൾ പാർട്ട്, നമ്മുടെ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല. അതങ്ങനെ സർക്കിളിക്കായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു തത് സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന്, തത് സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റൂ എന്ന്. അറിഞ്ഞവനെ അറിയാവൂ എന്ന്. അറിയാത്തവൻ അറിയില്ല. വാട്ട് ഈസ് ദ റിയൽ ഫാക്ട്, എന്താണ് ആത്യന്തികമായ ഉണ്മ എന്ന് മനസ്സിലാക്കി വെച്ച ജ്ഞാനി അഥവാ ബുദ്ധജനങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂ എന്ന് ഹനുമാനോട് പറയുന്നു. മറക്കരുത്, സീതാദേവി ഹനുമാനോടാണ് ഇതെല്ലാം പറയുന്നത്.
ആ കൂട്ടത്തിലൂടെ നമുക്കും എഴുത്തച്ഛൻ ഇത് വ്യക്തമായി പറഞ്ഞു തരുന്നു.